أكبر الله أكبر. ലഹരിക്കെതിരെ പോരാടാൻ ആഹ്വാനം. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്ബോധനം എല്ലാ പള്ളികളിലും ലഹരിക്കെതിരെയുള്ള പോരാട്ടമായിരിക്കും. ഗ്രാൻഡ് മസ്ജിദിലെ നിസ്കാരവും പ്രഭാഷണത്തിനും ശേഷം ജനനിര എന്നൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറമെ ഒമാനിലും പെരുന്നാൾ ഇന്ന്. വഖഫ് ബില്ലിനെതിരെ പെരുന്നാൾ സന്ദേശത്തിൽ പാളയം ഇമാം. സഹോദരങ്ങളെ, വിശ്വാസികളാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതെന്നത് ഖുർആനിന്റെ തത്വമാണ്. ആ തത്വത്തിനെതിരാണ് യഥാർത്ഥത്തിൽ പുതിയ ബില്ലിലെ ഇത്തരം പരാമർശങ്ങൾ എന്ന് പറയുന്നത്. ബിൽ പാസായാൽ വഖഫ് സ്വത്ത് കൈമോശം വരും. നീക്കം മതസ്വാതന്ത്ര്യത്തിന് എതിരെന്നും മതനിരപേക്ഷ സമൂഹം ഒന്നിക്കണമെന്നും VP സുഹൈബ് മൗലവി. വഖഫ് ബില്ലിലെ KCBC നിലപാട് സ്വാഗതം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്കയുടെ ശക്തമായ താക്കീത്. പുതിയ ആണവ കരാർ വേണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അനുസരിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് ഭീഷണി. പ്രസിഡന്റ് പുടിന്റെ കാർ കത്തിയതിന് പിന്നിൽ യുക്രൈനെ സംശയിച്ച് റഷ്യ. തെളിവായി നിരത്തുന്നത് പുടിൻ ഉടൻ മരിക്കുമെന്ന വ്ളാഡിമിർ സെലൻസ്കിയുടെ പരാമർശം. റഷ്യയുടെ ആരോപണത്തിൽ ഡൊണാൾഡ് ട്രംപിന് അരിശം. റീ എഡിറ്റ് ചെയ്ത എമ്പുരാൻ ഇന്ന് തിയേറ്ററുകളിലെത്തും. വിവാദത്തെ തുടർന്ന് വെട്ടിമാറ്റിയത് 17 ഭാഗങ്ങൾ. ചിത്രത്തിന്റെ ദൈർഘ്യം 3 മിനിറ്റോളം കുറയും. പുതിയ പതിപ്പിന് അടിയന്തര സെൻസർ ബോർഡ് അനുമതി നൽകി. വിവാദം കനത്തിട്ടും മിണ്ടാതെ സിനിമാ പ്രമുഖരും സംഘടനകളും. ഭൂകമ്പം തകർത്ത മ്യാൻമറിൽ മരണം 2000-ഓളം. 100 പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ടാകാമെന്ന് രക്ഷാപ്രവർത്തകർ. ആശ്വാസം പകരാൻ ലോകം ഒന്നിച്ച്. അവശ്യ വസ്തുക്കളും വൈദ്യസഹായവും എത്തിച്ച് വിവിധ രാജ്യങ്ങൾ. നാളെ മുതൽ പുതിയ സാമ്പത്തിക വർഷം. ഇന്ന് അർദ്ധരാത്രി മുതൽ നിരവധി പരിഷ്കാരങ്ങൾ. ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പറിലെ UPI അക്കൗണ്ടുകൾ ഇന്ന് നീക്കം ചെയ്യണം. ATM ബാങ്കിംഗ് സേവന നിരക്കുകളിലും വർധന. പുതിയ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലും നിരവധി മാറ്റങ്ങൾ. ഭൂനികുതിയും പാട്ടത്തുകയും കൂടും. കോടതി ഫീസിലും കാലപ്പഴക്കമുള്ള വാഹനങ്ങളുടെ നികുതിയിലും വർധനവ്. കരുതിയിരിക്കണം. ഇന്നു മുതൽ വേനൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. ഇടിമിന്നലിനും സാധ്യത. 4 ദിവസത്തേക്ക് മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം. വർക്കലയിൽ ക്ഷേത്രോത്സവം കണ്ടു മടങ്ങിയ അമ്മയും മകളും വാഹനാപകടത്തിൽ മരിച്ചു. അപകടം ജനക്കൂട്ടത്തിലേക്ക് റിക്കവറി വാൻ ഇടിച്ചു കയറി. മരിച്ചത് പേരേറ്റ് സ്വദേശികളായ രോഹിണിയും അഖിലയും. ഇന്ന് സന്തോഷത്തിന്റെ പെരുന്നാൾ. വ്രതശുദ്ധിയുടെ പുണ്യവുമായി സംസ്ഥാനത്ത് ഇന്ന് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. വിപുലമായ ആഘോഷങ്ങളാണ് എല്ലായിടത്തും ഉള്ളത്. ലഹരിക്കെതിരെ നാടെങ്ങും ഒരുമിക്കുമ്പോൾ ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ വേദി കൂടിയായി ഈദ്ഗാഹുകൾ മാറുകയാണ്. ലഹരിക്കെതിരെ സർക്കാരും മാധ്യമങ്ങളും നടത്തുന്ന ക്യാമ്പയിനുകളെ ഇസ്ലാമിക സമൂഹം പിന്തുണയ്ക്കണമെന്ന് തിരുവനന്തപുരം പാളയം ഇമാം സുഹൈബ് മൗലവി ആഹ്വാനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രചാരണങ്ങളിൽ വിശ്വാസി സമൂഹം മുൻപന്തിയിൽ നിൽക്കണമെന്നും പാളയം ഇമാം സന്ദേശത്തിൽ പറഞ്ഞു. ഈ റമളാന്റെ ചൈതന്യം നമ്മിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ചൈതന്യത്തിൽ നാം മുന്നോട്ട് പോയാൽ ലഹരിയടക്കമുള്ള ഒരു സാമൂഹിക തിന്മയിലും നമ്മൾ അകപ്പെടില്ല എന്ന് മാത്രമല്ല, റമളാനിൽ നാം ആർജിച്ചെടുത്തിട്ടുള്ള ഈ ഊർജം ഉപയോഗിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ, അത്തരം സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായിട്ട് അണിചേരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അണിചേരാൻ നമുക്ക് കഴിയുകയും ചെയ്യേണ്ടതുണ്ട്. മലപ്പുറം മദീൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിൽ ഈദ്ഗാഹിന് ശേഷം SYS ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജനനിര എന്ന് പേരിട്ട ക്യാമ്പയിൻ ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. പവർ സ്റ്റേഷനായ ലഹരിക്കെതിരെ ഞാൻ
ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. എന്നിൽ നിന്നോ എന്റെ അറിവോടുകൂടെയോ ഒരു കാരണവശാലും ഒരുവിധ ലഹരിയും അള്ളാഹു നിഷിദ്ധമാക്കിയ നശിപ്പിച്ചു കളയുന്ന കുടുംബത്തെ തകർക്കുന്ന ഒരു ലഹരിയും എന്നിൽ നിന്ന് ജീവിതത്തിലൊരിക്കലും ഉണ്ടാവില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. എല്ലാവർക്കും സ്നേഹത്തിനും നന്മക്കും വിജയത്തിനും പ്രവർത്തിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ലഹരിക്ക് പുറമെ വഖഫ് നിയമ ഭേദഗതി, ഗാസ ആക്രമണം തുടങ്ങിയവയും ഈദ്ഗാഹുകളിൽ പരാമർശിക്കപ്പെട്ടു. സംസ്ഥാനത്തെ വിവിധ പള്ളികൾക്ക് പുറമെ മൈതാനങ്ങളും ബീച്ചുകളും കേന്ദ്രീകരിച്ചും ഈദ്ഗാഹുകൾ നടന്നു. سمع الله لمن حمده الله أكبر الله أكبر الله أكبر. ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ സന്തോഷം നൽകുന്ന നല്ലൊരു കാഴ്ചയായിരുന്നു നമ്മൾ കോഴിക്കോട് കിണാശ്ശേരിയിൽ നിന്ന് രാവിലെ കണ്ടത്. കിണാശ്ശേരിയിൽ ഈദ്ഗാഹ് ഒരുക്കിയത് ക്ഷേത്രോത്സവം നടക്കുന്ന മൈതാനത്ത് തന്നെയായിരുന്നു. പള്ളിയറ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനായി 10 ദിവസത്തേക്ക് മുൻകൂർ അനുമതി വാങ്ങിയ ഗ്രൗണ്ട് ക്ഷേത്രസമിതി ഈദ്ഗാഹിനായി വിട്ടു നൽകുകയായിരുന്നു. എം.എസ്. അനീഷ് കുമാറിന്റെ റിപ്പോർട്ട് കാണാം. ചെറിയ പെരുന്നാൾ ദിനത്തിൽ അത്തരം കൂട്ടായ്മകൾ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ, ആളുകൾ ഒത്തുചേരുക എന്നിവയൊക്കെയാണ് ഏറ്റവും പ്രധാനമായ കാര്യമായി നമുക്ക് ഈ ആഘോഷത്തിന്റെ ഭാഗമായി ഉള്ളത്. എന്നാൽ ഈ കിണാശ്ശേരി പള്ളിയറ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ഈ ഗ്രൗണ്ട് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഇടം കഴിഞ്ഞ 10 ദിവസത്തേക്ക് ഈ ക്ഷേത്ര അധികൃതർ വാടകയ്ക്ക് എടുത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഈദ്ഗാഹ് ഇത്തവണ വന്നപ്പോൾ ഈ ക്ഷേത്ര ഉത്സവവും ഈദ്ഗാഹയും ഒക്കെ ഒന്നിച്ച് വന്നപ്പോൾ ഇതെന്ത് ചെയ്യണമെന്നൊരു ആശയക്കുഴപ്പം പെട്ടെന്ന് ഈ ഈദ്ഗാഹ് സംഘാടകരിൽ ഉണ്ടായി. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെയാണ് അമ്പല കമ്മിറ്റി തീരുമാനിച്ചത്. നമുക്ക് കാണാം, ഈ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ സ്റ്റേജാണിത്. ആ സ്റ്റേജിൽ ഇന്നലെ കൂടി സംഗീത സദസ്സ് അടക്കമുള്ള അല്ലെങ്കിൽ ഗാനമേള പോലുള്ള പരിപാടികൾ നടന്ന ഇടം കൂടിയാണ്. പക്ഷേ ആ പരിപാടി ഏതാണ്ട് അർദ്ധരാത്രിയോടെ അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഈദ്ഗാഹയ്ക്ക് വേണ്ടി ഈ സ്ഥലം ക്രമീകരിച്ചിരിക്കുന്നു. ഇത്തവണ ഇവിടെ തന്നെ നടത്തണം എന്ന ഒരു നിർബന്ധ ബുദ്ധി ക്ഷേത്രം ഭാരവാഹികൾക്കും ഉണ്ടായിരുന്നു എന്നാണ് ഈ ഈദ്ഗാഹ് സംഘാടകർ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ആളുകൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ നേരെ എതിർവശത്താണ് ഈ ശ്രീ ദുർഗാ ദേവി ക്ഷേത്രം എന്ന ഭഗവതി ക്ഷേത്രം ഉള്ളത്. അതിൻ്റെ നേരെ എതിർവശത്തായാണ് അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു 10 മീറ്റർ പോലും വ്യത്യാസമില്ലാത്ത ഇടത്താണ് ഈ ഗ്രൗണ്ട് ഉള്ളത്. പക്ഷേ ഈ ഗ്രൗണ്ട് വിട്ടുകൊടുക്കുന്നതിന് മറ്റൊരു കാര്യം പോലും ആലോചിക്കേണ്ട സാഹചര്യമുണ്ടായില്ല. തുറന്ന മനസ്സോടുകൂടി അമ്പല കമ്മിറ്റിക്കാർ തന്നെയാണ് ഈ ഉത്സവത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലത്ത് ഈ തവണ ഈദ്ഗാഹ് എല്ലാവരും കൂടിച്ചേർന്നുള്ള പ്രാർത്ഥനകൾ നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചത്. വളരെ സന്തോഷമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മാതൃകയാണ്. അമ്പല കമ്മിറ്റി തന്നെ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ തന്നെ ഈദ്ഗാഹ് നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ മതത്തിൻ്റെയും ജാതിൻ്റെയും ഒക്കെ പേരിൽ തമ്മിൽ പോരടിക്കുന്ന ഒരു സമയത്ത് ഇത്രയും വലിയൊരു കൂട്ടായ്മ, ഒരു മതസൗഹാർദ്ദ കൂട്ടായ്മ എന്നതിന് പറയാം. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള നമ്മളെ ഈ ഒരു മഹലിലുള്ള കമ്മിറ്റി, അതേപോലെ അമ്പലത്തിൻ്റെ കമ്മിറ്റി, അവരെ പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ഇന്നലെ രാത്രി 12:30 പ്രോഗ്രാമായിരുന്നു, ഫുള്ള് ജനമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ടാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. കിണാശ്ശേരികളെ സംബന്ധിച്ചോളം ഇതൊരു പ്രത്യേകതയല്ല. കിണാശ്ശേരി അമ്പലത്തിന്റെ ഉത്സവം തന്നെ ഭൂരിഭാഗവും ഇവിടെ പുറമേയുള്ള ആളുകളെ സഹായം കിട്ടിയിട്ടാണ് ഞങ്ങളിത് നടത്തുന്നത്. കിണാശ്ശേരി ഒരു പ്രത്യേകതയല്ല, എല്ലാവർക്കും ഇതൊരു മാതൃകയാക്കേണ്ടതാണ്. ഗ്രൗണ്ട് എടുത്തെങ്കിലും കൂടി ഞങ്ങളിത് ചെയ്യുന്നത് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാ. പോലീസ് തന്നെ നമ്മൾ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചു. ഞങ്ങളെ പറ്റി ഒരു പ്രശ്നമാക്കണ്ട, ഞങ്ങൾ ഏറ്റെടുക്കും, നിങ്ങൾ ആരും കൂടി വരണ്ട, അത് ഞങ്ങൾ ഇന്ന് ചെയ്തോളെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അന്നദാനങ്ങളൊക്കെ ഇവിടെ ഇന്ന് മുതൽ അന്നദാനങ്ങൾ തുടങ്ങുകയാണ്. അപ്പം ഇവിടെ അന്നദാനം കഴിക്കാൻ വരുന്നതും ഞങ്ങൾ അങ്ങനെ തന്നെ ഒരു കുടുംബമാരിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് നമ്മളെ പ്രദേശത്തിനെ പറ്റി നിങ്ങൾ യാതൊരു വ്യാപനപ്പെടേണ്ട.
അത്രയും സുന്ദരമായിട്ടാണ് ഞങ്ങൾ പോണത്. കിണാശ്ശേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നമുക്ക് മാതൃകയായി കിണാശ്ശേരിക്ക് നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം അമ്പല കമ്മിറ്റി ഭാരവാഹികളാണ് നമ്മളോട് സംസാരിച്ചത്. അവർ പൂർണ്ണ ഹൃദയത്തോടുകൂടി പൂർണ്ണ മനസ്സോടുകൂടിയാണ് വിട്ടു നൽകിയത്. ഒപ്പം ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് ആശംസകൾ നേരാനായി ആ സംഘാടകർ നേരിട്ടെത്തിയിട്ടുണ്ട്. ഇനി ഈ ഈദ്ഗാഹ് കഴിഞ്ഞാൽ ഇവിടെ നടക്കേണ്ടത് അന്നദാനമാണ്, ക്ഷേത്രത്തിലെ അന്നദാനമാണ്. ആ അന്നദാനത്തിലും ഇവിടുത്തെ ഒന്നടങ്കം എല്ലാ സഹോദരങ്ങളും പങ്കെടുക്കും. അതാണ് ഇവരുടെ പതിവ്. ഉത്സവങ്ങൾക്കും തികഞ്ഞ ഒരു സഹകരണം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. അതേസമയത്ത് പെരുന്നാളിന് മറുവിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള കൃത്യമായ സഹകരണം ഇവർക്കും ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അമ്പല കമ്മിറ്റി ഭാരവാഹികളും മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും എല്ലാം പറയുന്നത്. എസ് അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എന്തായാലും പണ്ടത്തെ ഒരു സിനിമാ ഡയലോഗിൽ പറയുന്നത് പോലെ ഇതാണ് നമ്മൾ സ്വപ്നം കണ്ട കിണാശ്ശേരി എന്നുള്ളത്. ഇതാണ് റിയൽ കേരള സ്റ്റോറി. നമുക്ക് ഒരുപാട് സന്തോഷം തന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കിണാശ്ശേരിയിൽ നിന്ന് രാവിലെ കണ്ടത്. ഇനി നമ്മൾക്ക് ആലപ്പുഴയിലേക്ക് പോകാം. ഈ പെരുന്നാൾ ദിനത്തിൽ ആലപ്പുഴയിലെ കച്ചി മേമൻ നൂറാനി മസ്ജിദിന്റെ ചരിത്രം നമുക്കൊന്ന് അറിയാം. ഈ ആലപ്പുഴ എന്ന പട്ടണത്തിന്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ആരാധനാലയമാണ് കച്ചി മേമൻ നൂറാനി മസ്ജിദ്. നഗരം തുറമുഖ പട്ടണമായി വികസിച്ച കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിയ ഗുജറാത്തിലെ കച്ചിൽ നിന്നുള്ള നൂറാനി കുടുംബമാണ് പുരാതനമായ മസ്ജിദ് നിർമ്മിച്ചത്. കൊത്തുപണികളാൽ അലങ്കൃതമായ കച്ചി മേമൻ നൂറാനി ജുമാ മസ്ജിദ് നേർച്ചപ്പെട്ടികൾ ഇല്ലാത്ത ആരാധനാലയം എന്ന പ്രത്യേകതയും ഉള്ള ഒരു മസ്ജിദാണ്. വിശുദ്ധ റംദാൻ ദിനത്തിൽ നമ്മളുള്ളത് ആലപ്പുഴയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു ആരാധനാലയത്തിലാണ്, കച്ചി മേമൻ നൂറാനി മസ്ജിദ്. ഡച്ച് അധീനതയിലുള്ള പുറക്കാട് തുറമുഖത്തെ മറികടക്കാൻ തിരുവിതാംകൂർ രാജാക്കന്മാർ പുതുതായി നിർമ്മിച്ച തുറമുഖ നഗരമായിരുന്നു ആലപ്പുഴ. നാടിന്റെ പുരോഗതിക്ക് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വ്യവസായികളെ ആലപ്പുഴയിലേക്ക് ദിവാൻ രാജാ കേശവദാസ് ക്ഷണിച്ചു. അങ്ങനെ ആലപ്പുഴയിലെത്തി വ്യവസായ രംഗത്ത് നിർണായകമായ സംഭാവന നൽകിയ വിഭാഗമായിരുന്നു കച്ചി മേമൻ വിഭാഗം. അത്തരത്തിൽ ബോംബെയിൽ നിന്നെത്തിയ നൂറാനി കുടുംബം 1835 കാലയളവിൽ തങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി പണിതുയർത്തിയ അമൂല്യമായ ആരാധനാലയമാണ് കച്ചി മേമൻ നൂറാനി മസ്ജിദ്. 19-ാം നൂറ്റാണ്ടിൽ ഹാജി യൂസഫ് ഹാജി നൂർ മുഹമ്മദാണ് മസ്ജിദ് പണി കഴിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യ മറിയം യൂസഫ് നൂർ മുഹമ്മദ് ഉൾപ്പെടെയുള്ള 12 നൂറാനി കുടുംബാംഗങ്ങളുടെ കബറിടങ്ങൾ പള്ളിയോട് ചേർന്ന് തന്നെ കാണാനാകും. വർഷം പഴക്കമുള്ള അകത്തളങ്ങൾ, മുഗൾ രീതിയിൽ പണികഴിപ്പിച്ച കമാനങ്ങൾ, കൊത്തുപണികളാൽ തീർത്ത മനോഹരമായ കൂറ്റൻ തേക്കിൻ തൂണുകൾ. ബോംബെയിൽ നിന്ന് അന്ന് നൂറാനി കുടുംബത്തിന്റെ റാണി, തവക്കൽ എന്നീ പത്തേമാരികളിലാണ് ഈ കൂറ്റൻ തൂണുകൾ ആലപ്പുഴയിൽ എത്തിച്ചതെന്ന് ചരിത്രം പറയുന്നു. പ്രാർത്ഥനാമുറിയിലെ വിവിധ വർണ്ണങ്ങളിലുള്ള തൂക്കുവിളക്കുകളും പേർഷ്യയിലെയും ഈജിപ്തിലെയും കരകൗശല കരവേലകൾ നിറഞ്ഞ നിർമ്മിതികളും കാലത്തെ അതിജീവിച്ചും പൂർവാധികം ഭംഗിയോടെ നൂറാനി മസ്ജിദിൽ നിലകൊള്ളുന്നു. സുർക്കി മിശ്രിതം കൊണ്ടാണ് ഇരുനിലകളിലായുള്ള കെട്ടിട നിർമ്മാണം. ഒരേ സമയം 2000-ഓളം പേർക്ക് നിസ്കരിക്കാനാകും. ഫുൾ പള്ളി മേള് താഴെയൊക്കെ ഫുള്ളാണ്, അത്ര ആൾക്കാരുണ്ട്. ഇപ്പോഴാണെങ്കിൽ മറ്റാൾക്കാരും ഇവിടെ തന്നെയാണ് നിസ്കരിക്കുന്നത്. മറ്റേ കച്ചിക്കാരല്ലാത്ത ഷാഫി മുസ്ലിങ്ങൾ ഇവിടെ തന്നെ വന്ന് നിസ്കരിക്കുന്നുണ്ട്. ഇപ്പോൾ അവരാണ് കൂടുതൽ, ഞങ്ങൾ കുറവ്. അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവർക്കും അലോടാണ്. ആർക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ അവകാശം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അവകാശം കച്ചിക്കാരുടെ കയ്യിൽ തന്നെ ഇരിക്കും. കരിമ്പാറ പടവുകൾ കെട്ടിയ പള്ളിക്കുളം, 500 മീറ്റർ ചുറ്റളവിൽ കേൾക്കാൻ കഴിയുന്ന ഉയരത്തിലുള്ള ബാങ്കുപുര, സൂര്യപ്രകാശത്തെ അടിസ്ഥാനമാക്കി സമയം നിശ്ചയിച്ചിരുന്ന കല്ല് എന്നിവയെല്ലാം ആധുനിക കാലത്ത് പഴമയുടെ അത്ഭുത നിർമ്മിതികളായി നിലകൊള്ളുന്നു. അന്ന് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ വലിയ കാര്യസ്ഥലമാണ്. അന്ന് അവിടെ വേറൊന്നും ഇല്ല. അത് 2ാമത്തെ സ്റ്റേജാണ്. ഫ്രണ്ടിലെല്ലാം വിലയ്ക്ക് വാങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഫ്രണ്ടിൽ കുറേ കെട്ടിടങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഖബർസ്ഥാനൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് ഖബർസ്ഥാൻ വരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന അന്നുണ്ടായിരുന്നത് കുളം, അതായത് വധു എടുക്കാൻ കുളം. അന്ന് പൈപ്പ് ലൈൻ ഇല്ല, എങ്ങും പൈപ്പ് ലൈൻ ഇല്ല. അപ്പം ആദ്യത്തെ പൈപ്പ് ലൈനാണ് വധു എടുക്കാനുള്ള ഈ കുളത്തിലെ വെള്ളമാണ്, ശുദ്ധീകരിച്ചിരിക്കുന്ന വെള്ളമാണ്. അതെടുത്തിട്ടാണ് പള്ളി കയറുന്നത്. അപ്പം ആ കുളം ഈ പള്ളി ഇത്രയും സ്ഥലം ആദ്യം ഉണ്ടായിരുന്നു.
പള്ളി നിർമ്മിച്ച കാലത്ത് സ്ഥാപിച്ച 2 കുംഭങ്ങൾ അന്ന് തന്നെ ചരിഞ്ഞിരുന്നു. 200 വർഷങ്ങൾക്കിപ്പുറം ഇന്നും അത് വീഴാതെ നിലകൊള്ളുന്നു എന്നതും അത്ഭുത കാഴ്ചയാണ്. തന്റെ ഓർമ്മയ്ക്കായി ശ്രീ കാർത്തിക തിരുനാൾ മഹാരാജാവ് നിർമ്മിച്ചു നൽകിയ കാസ്റ്റൈനിൽ തീർത്ത വിളക്കുമരവും ഇന്നും പള്ളിക്ക് കാവലായി നിലകൊള്ളുന്നു. ഹനഫി നിയമപ്രകാരമുള്ള നിസ്കാര സമയവും പ്രാർത്ഥനാ രീതികളുമാണ് പള്ളിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നീട് ബോംബെയിലേക്ക് മടങ്ങിപ്പോയ നൂറാനി കുടുംബം ആലപ്പുഴയിൽ അവശേഷിക്കുന്ന കച്ചി മേമൻ വിഭാഗത്തിനായി പള്ളി വിട്ടു നൽകി. പുറമെ നിന്ന് ആരോടും സംഭാവനകൾ വാങ്ങില്ല എന്ന പ്രത്യേകത കൂടി നൂറാനി പള്ളിക്കുണ്ട്. പള്ളിയോട് ചേർന്നുള്ള കെട്ടിടങ്ങളുടെ വാടക കൊണ്ട് മാത്രമാണ് പ്രവർത്തനങ്ങൾ. ഈ റമദാൻ നാളിലും നൂറ്റാണ്ടുകളുടെ ഓർമ്മകൾ പേറുന്ന ഏറ്റവും ശാന്തമായ പ്രാർത്ഥനാലയങ്ങളിൽ ഒന്നായി കച്ചി മേമൻ നൂറാനി മസ്ജിദ് ആലപ്പുഴയിൽ തലയുയർത്തി നിൽക്കുന്നു. ഗുജറാത്തിൽ നിന്ന് ആലപ്പുഴയിലെത്തി ആലപ്പുഴയുടെ വ്യവസായ ചരിത്രത്തിൽ വലിയ ഏട് കുറിച്ചിട്ട വിഭാഗമാണ് കച്ചി മേമൻ വിഭാഗം. നേർച്ചപ്പെട്ടികളില്ലാത്ത ഈ ആരാധനാലയം വിശുദ്ധിയുടെ പരമപ്രതീകമാണ്. എല്ലാവർക്കും റമദാൻ ആശംസകൾ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. പെരുന്നാൾ സന്ദേശത്തിൽ വഖഫ് നിയമ ഭേദഗതിയെ രൂക്ഷമായി വിമർശിച്ച് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി. വഖഫ് നിയമ ഭേദഗതി വിശ്വാസത്തിന് എതിരാണ്. വഖഫ് അള്ളാഹിന്റെ ധനമാണ്. വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസികളാണ്. ബിൽ പാസ്സായാൽ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയും ഇമാം പങ്കുവച്ചു. കേന്ദ്ര വഖഫ് കൌൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും വഖഫ് ട്രൈബ്യൂണലുകളിലും അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകണമെന്ന നിബന്ധന വെച്ചിരിക്കുകയാണ് പുതിയ ബില്ലിൽ. സഹോദരങ്ങളെ, വിശ്വാസികളാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതെന്നത് ഖുർആനിന്റെ തത്വമാണ്. ആ തത്വത്തിനെതിരാണ് യഥാർത്ഥത്തിൽ പുതിയ ബില്ലിലെ ഇത്തരം പരാമർശങ്ങൾ എന്ന് പറയുന്നത്. അതേസമയം വഖഫ് ബില്ലിലെ KCBC നിലപാട് സ്വാഗതം ചെയ്ത് കേന്ദ്രം സങ്കുചിത താൽപര്യങ്ങൾ മാറ്റിവെച്ച് ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. എല്ലാ MPമാരും ബില്ലിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. KCBC നിലപാടിനെ സ്വാഗതം ചെയ്ത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും എക്സിൽ പോസ്റ്റ് ചെയ്തു. നേരത്തെ കേരളത്തിൽ നിന്നുള്ള MPമാർ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്ന ആവശ്യവുമായി KCBC രംഗത്ത് വന്നിരുന്നു. ER രാഗേഷും VV അരുണും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. VV അരുണിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. അരുൺ, ഈ വഖഫ് ഭേദഗതി ബിൽ അത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തും എന്നുള്ള ആ ഒരു സാഹചര്യത്തിലാണ് പാളയം ഇമാമിന്റെ വാക്കുകൾ വരുന്നത്. അദ്ദേഹം ഈ ഒരു ഈദ് സന്ദേശത്തിൽ വളരെ രൂക്ഷമായി തന്നെ ഭേദഗതി ബില്ലിനെ വിമർശിക്കുകയുണ്ടായി. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ? ആര്യ, ചെറിയ പെരുന്നാൾ ദിനത്തിലും വഖഫ് നിയമ ഭേദഗതി വലിയ ചർച്ചയായി മാറുകയാണ്. വഖഫ് നിയമത്തെ നേരത്തെ തന്നെ മുസ്ലിം സംഘടനകൾ വഖഫ് ബില്ലിനെ നേരത്തെ തന്നെ മുസ്ലിം സംഘടനകൾ എതിർത്തതാണ്. ഇപ്പോഴും അതിശക്തമായ എതിർപ്പാണെന്ന് ഇന്നത്തെ ഈ പെരുന്നാൾ ദിന സന്ദേശത്തിൽ, പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമുള്ള സന്ദേശത്തിൽ പാളയം ഇമാം സുഹൈബ് മൗലവി നടത്തിയത്. വഖഫ് ബില്ല് മുസ്ലിങ്ങൾക്ക് എതിരാണ്, അല്ലെങ്കിൽ ജനതാൽപര്യത്തിനെതിരാണ്. അത് മുസ്ലിങ്ങൾ മാത്രം എതിർക്കേണ്ട ഒന്നല്ല എന്ന് അദ്ദേഹം പറയുന്നു. മറ്റ് മതേതര വിശ്വാസികളും വഖഫ് ബില്ലിനെതിരെ രംഗത്ത് വരണം. വഖഫ് ബില്ല് നടപ്പാക്കിയാൽ അത് ആ ധനം നഷ്ടപ്പെടും. അള്ളാഹുവിൻ്റെ ധനമാണ് വഖഫ്. അത് ദാനമായി നൽകുന്നതാണ്, ത്യാഗമായി നൽകുന്നതാണ്. അതിന് അവകാശികൾ മുസ്ലിങ്ങളാണ്, ദൈവമാണ്. അതുകൊണ്ട് തന്നെ അതിൽ മറ്റാർക്കെങ്കിലും കടന്നു കയറാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നൽകാനോ ഉള്ള അനുമതിയോ അവകാശമോ ഇല്ല. മാത്രമല്ല, ഈ വഖഫ് ഭൂമി, വഖഫിൻ്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള സമിതികളിലും മുസ്ലിങ്ങളാണ് വേണ്ടത്, വിശ്വാസികളാണ് വേണ്ടത്. അമുസ്ലിങ്ങൾ അവിടേക്ക് വരാൻ പാടില്ല തുടങ്ങി വഖഫ് നിയമ ഭേദഗതി അടച്ചെതിർക്കുകയാണ് പാളയം ഇമാം ചെയ്തിട്ടുള്ളത്. സർക്കാർ തിരുത്താൻ തയ്യാറാകണം, ഈ ബില്ലുമായി മുന്നോട്ട് പോകരുത് തുടങ്ങിയ ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് തിരഞ്ഞെടുപ്പ് ദിവസം എന്ന് പറയുന്നത് ഈ പെരുന്നാൾ ദിനം, ചെറിയ പെരുന്നാൾ ദിനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രാഷ്ട്രീയ ചർച്ചയായി കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യത്തുള്ള വിഷയമാണ് വഖഫ് നിയമ ഭേദഗതി. അതിനെ അനുകൂലിച്ചൊരു വിഭാഗം രംഗത്ത് വരുമ്പോഴും ഒരു തരത്തിലും അംഗീകരിക്കാനായ നിലപാട് ആവർത്തിക്കുകയാണ് മുസ്ലിം സംഘടനകൾ. ഇന്നത്തെ ഈ പെരുന്നാൾ ദിന സന്ദേശത്തിലും പാളയം ഇമാം സുഹൈബ് മൗലവി വ്യക്തമാക്കിയതും അതുതന്നെയാണ്. തീർച്ചയായും VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയത്താണ് ഈ വഖഫ് ബില്ലിലെ KCBC നിലപാട് സ്വാഗതം ചെയ്തുകൊണ്ട് കേന്ദ്രം രംഗത്തേക്ക് എത്തുന്നത്. സങ്കുചിത താൽപര്യങ്ങൾ മാറ്റിവെച്ച് ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെടുകയാണ്. എല്ലാ MPമാരും ബില്ലിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതേസമയം തന്നെ KCBC നിലപാടിനെ സ്വാഗതം ചെയ്ത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും എക്സിൽ പോസ്റ്റിട്ടു.
നേരത്തെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഇത്തരത്തിൽ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്ന ആവശ്യവുമായി KCBC രംഗത്ത് വന്നിരുന്നു. ER രാഗേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗേഷ്, ഈ ഘടകകക്ഷികളിൽ നിന്ന് പോലും എതിർപ്പ് നേരിടുന്ന ഒരു സാഹചര്യം നിലനിൽക്കെയാണ് KCBCയുടെ ഈ ഒരു നിലപാട് വരുന്നത്. അത് കേന്ദ്രം ആയുധമാക്കി മാറ്റുകയാണ്. ആര്യ, വഖഫ് വിഷയത്തിലെ KCBCയുടെ സമ്മർദ്ദം കോൺഗ്രസിനെ വെട്ടിലാക്കുന്നു, ഒപ്പം അത് കേന്ദ്രത്തിന് ആയുധമാകുകയും ചെയ്യുന്നു. കാരണം കഴിഞ്ഞ ദിവസമാണ് KCBC സർക്കുലർ ഇറക്കിയത്. ഈ സർക്കുലർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നിന്നുള്ള എംപിമാർ വഖഫ് നിയമ ഭേദഗതി വരുമ്പോൾ അതിന് അനുകൂലിച്ച് വോട്ട് ചെയ്യണം എന്നാണ് KCBC ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് മുനമ്പം തന്നെയാണ് സർക്കുലറിലും പരാമർശിക്കുന്നത്. മുനമ്പത്തെ ജനതയ്ക്ക് നീതി കിട്ടണമെങ്കിൽ ഭേദഗതി അനിവാര്യമാണ് എന്നാണ് ഈ സർക്കുലർ പറയുന്നത്. ഇതാണിപ്പോൾ ഏതായാലും കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്യുന്നതും അവർ ആയുധമാക്കുകയും ചെയ്യുന്നത്. കാരണം 2 കേന്ദ്രമന്ത്രിമാരാണ് ഇപ്പോൾ ഇത് പങ്കുവച്ചിരിക്കുന്നത്. കിരൺ റിജിജു പാർലമെന്ററി കാര്യ മന്ത്രിയാണ്. അദ്ദേഹം KCBCയുടെ സർക്കുലർ ഉൾപ്പെടെയാണ് എക്സിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, KCBCയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഒപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമം ആർക്കും എതിരല്ല, അത്തരമൊരു പ്രചാരണം തെറ്റാണെന്ന വാദം BJPയുടെ വാദം അദ്ദേഹം നിരത്തുകയും ചെയ്യുന്നു. ധനമന്ത്രി നിർമ്മല സീതാരാമനും സമാനമായ രീതിയിൽ KCBCയുമായി ബന്ധപ്പെട്ട ഒരു ദിനപത്രത്തിലെ വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് അവർ എക്സിൽ കുറിച്ചിരിക്കുന്നത്. അവരും KCBCയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ ഈ ബില്ല് വരാനിരിക്കെ, കാരണം പാർലമെന്റ് സമ്മേളനം അവസാനിക്കാൻ ഇനി 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. കേന്ദ്ര സർക്കാർ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ ബില്ല് കൊണ്ടുവരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ നാളെയോ മറ്റന്നാളോ ടേബിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഘട്ടത്തിലാണ് KCBCയുടെ നിലപാട് തീർച്ചയായും മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നത്. കാരണം കോൺഗ്രസ് ആദ്യം മുതൽ ഈ ബില്ലിനെ എതിർക്കുകയാണ്. എന്നാൽ KCBCയുടെ നിലപാടടക്കം വന്നതിന് ശേഷം ചില എംപിമാരെങ്കിലും പരസ്യമായി പറഞ്ഞിട്ടുണ്ട് KCBCയുടെ സർക്കുലർ ചർച്ച ചെയ്യണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്നലെ ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഏതായാലും കോൺഗ്രസിലെ എംപിമാർ ഇപ്പോൾ ചിലരെങ്കിലും പറയുന്നത് ബില്ലിലെ മൊത്തം എതിർക്കാതെ ചില നയങ്ങളെ മാത്രം എതിർക്കാം, ന്യൂനപക്ഷ വിരുദ്ധമെന്ന് തോന്നുന്ന നയങ്ങളെ എതിർക്കണമെന്ന നിലപാടാണ് കോൺഗ്രസിലെ ചില എംപിമാർക്കെങ്കിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒരുപക്ഷെ നാളെ കോൺഗ്രസ് ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ ഘട്ടത്തിൽ കോൺഗ്രസിനെ KCBCയുടെ നിലപാട് അത് കേന്ദ്ര സർക്കാർ ആയുധമാക്കുമ്പോൾ വെട്ടിലാക്കുകയാണ്. തീർച്ചയായും ER രാഗേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വാഹനത്തിന് തീപിടിച്ച സംഭവത്തിൽ യുക്രൈന്റെ ഇടപെടൽ സംശയിച്ച റഷ്യ അടുത്തിടെ പുടിനെ കുറിച്ച് വ്ളാഡിമിർ സെലൻസ്കി നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു. പുടിന്റെ മരണം ഉടൻ സംഭവിക്കുമെന്ന ഈ പരാമർശത്തെയാണ് റഷ്യ സംശയിക്കുന്നത്. ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ശീതയുദ്ധം സമാധാന ചർച്ചകളെയും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്തയാണ്, ആ ഘട്ടത്തിലും ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ളൊരു സ്ഥിരീകരണം തന്നെയാണോ റഷ്യ നൽകുന്നത്? അതേസമയം തന്നെ ഇത്തരത്തിൽ വ്ളാഡിമിർ സെലൻസ്കിയെയും യുക്രൈനെയും ഈ വിഷയത്തിൽ സംശയിക്കുകയാണെന്നുണ്ടെങ്കിൽ പുടിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികാര നടപടി ഉണ്ടാകുമെന്നുള്ള ആശങ്ക കൂടി നിലനിൽക്കുന്നില്ലേ? ആര്യ, ഈ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് റഷ്യയിൽ കഴിഞ്ഞ ദിവസം നടന്നത്. പ്രസിഡന്റ് പുടിന്റെ ലിമോസിൻ കാറ്, അതായത് 2.5 കോടി രൂപയോളം വില വരുന്ന അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ലിമോസിൻ കാറ് പൊട്ടിത്തെറിക്കുകയും തുടർന്ന് കത്തുകയും ചെയ്ത പശ്ചാത്തലം, അത് വലിയ പരിഭ്രാന്തി പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അതീവ സുരക്ഷാ സംവിധാനങ്ങളോടെ സഞ്ചരിക്കുന്ന ലോക നേതാക്കളിൽ ഒരാൾ തന്നെയാണ് പുടിൻ. ഇങ്ങനത്തെ സംഭവം ഉണ്ടായതിന് പിന്നിൽ അട്ടിമറിയാണെന്നും അത് പുടിന് നേരെയുള്ള വധശ്രമമാണോ എന്നുള്ള വ്യാഖ്യാനം റഷ്യ നൽകിയിരുന്നു. ഇതിൽ അവർ പ്രധാനമായി ഇപ്പോൾ സംശയിക്കുന്നത് വ്ളാദിമിർ സെലൻസ്കിയാണ്. കാരണം ഈ യുദ്ധം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ നടക്കുമ്പോഴും കഴിഞ്ഞ ദിവസം സെലൻസ്കി പറഞ്ഞ ഒരു പരാമർശമാണ് റഷ്യ ആയുധമാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് പുടിൻ കൊല്ലപ്പെടുന്നു അല്ലാതെ മറ്റൊരു മാർഗമില്ല ഈ യുദ്ധം അവസാനിക്കാൻ, അതായത് പുടിന്റെ മരണം മാത്രമാണ് ഈ യുദ്ധം അവസാനിക്കാൻ എന്ന ഒരു പരാമർശം സെലൻസ്കിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ള സംശയം മാത്രത്തിൽ റഷ്യയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് നിരവധി സമാധാന ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്നു എങ്കിലും ഒരു തരത്തിലും വഴങ്ങാൻ ഇപ്പോൾ പുടിൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. വ്ളാദിമിർ സെലൻസ്കിയും പുടിനും തമ്മിലുള്ള വാക്കുതർക്കങ്ങളും പോരും മറ്റും തുടരുന്ന പശ്ചാത്തലമുണ്ട്. ഈ സമാധാന ശ്രമങ്ങൾക്ക് വലിയ വിള്ളൽ
ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടെ പുടിന് ശക്തമായ താക്കീതുമായി ട്രംപ് രംഗത്ത് വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് റഷ്യൻ പ്രസിഡന്റ് തടസ്സം നിന്നാൽ 20 മുതൽ 50% വരെ എണ്ണ ഇറക്കുമതിക്ക് തീരുവ ചുമത്തും എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഭീഷണി. ഇതെങ്ങനെ റഷ്യയെ സ്വാധീനിക്കുമെന്നത് കാത്തിരുന്ന് കാണണം. ഏതായാലും വ്ളാഡിമിർ സെലൻസ്കിയുടെ നേതൃത്വത്തെ പുടിൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിനോടൊന്നും റഷ്യ പ്രതികരിച്ച പശ്ചാത്തലം കൂടിയില്ല. എല്ലാം കൂടി ഈ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നു വന്ന ആഗോള ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായി ഇത്തരം സംഭവവികാസങ്ങൾ മാറുകയാണ്. ആര്യ, തീർച്ചയായും രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. രഞ്ജിത്ത്, തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇറാൻ പുതിയ ആണവ കരാറിന് തയ്യാറാകണമെന്ന് രൂക്ഷമായ ഭാഷയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളതാണ്. ബോംബാക്രമണവും സാമ്പത്തിക സമ്മർദ്ദവും ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ രാജ്യം നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാൻ നിബന്ധനകൾക്ക് തയ്യാറാകാത്ത പക്ഷം കൂടുതൽ തീരുവകൾ ഏർപ്പെടുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, ഇറാന്റെ ഒരു മറുപടി ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടോ? ഭയപ്പെടുന്നുണ്ടോ ഇറാൻ? തീർച്ചയായും ഈ ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇതിനു മുൻപിൽ കാണാത്ത വിധം കനത്ത വ്യോമാക്രമണം ഉണ്ടാകുമെന്നാണ് ഇറാന് US-ന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ആര്യ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നുകിൽ കരാറിൽ ഒപ്പിടുക, അല്ലെങ്കിൽ സൈനിക ആക്രമണം, അതിന്റെ പ്രത്യാഘാതം നേരിടുക എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പായി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ നിർദ്ദേശം, ഈ നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാകണം എന്നുള്ള ഒരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായും ഇറാൻ നിരസിച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ പറയുന്നത് നേരിട്ട് അമേരിക്കയുമായി ചർച്ചയ്ക്കുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് പകരം മധ്യസ്ഥർ വഴിയുള്ള ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മാത്രമാണ് ഇറാൻ പറയുന്നത്. എന്നാൽ ഇത് ഈ പറഞ്ഞതുപോലെ ഇരട്ടച്ചുങ്കം ഏർപ്പെടുത്തുമെന്നുള്ള മുന്നറിയിപ്പ് റഷ്യ എന്നതുപോലെ ഇറാനും ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ദിവസം NBC ന്യൂസിന് ട്രംപ് അഭിമുഖം നൽകിയിരുന്നു. ഇതിലാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയുന്നത്. ബോംബാക്രമണവും സാമ്പത്തിക ആക്രമണവും സാമ്പത്തിക സമ്മർദ്ദവും ഉൾപ്പെടെയുള്ള നിരവധി പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വ്യോമാക്രമണത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക എന്ന് പറയുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം 2015 ആണവ കരാർ ഒപ്പിട്ടത് ഇറാനും അമേരിക്കയും തമ്മിൽ. പക്ഷേ ട്രംപ് അധികാരത്തിൽ വന്ന 2018 ഈ ആണവ കരാറിൽ നിന്ന് അമേരിക്ക നിരപാധികം പിന്മാറുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഒമാൻ ഇടപെട്ട് ചില പരോക്ഷമായ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഇറാന് നേരെ അമേരിക്കൻ ആക്രമണം ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള ശ്രമങ്ങൾ ഒമാന്റെയും മറ്റും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും യമനിൽ ഇറാനിയൻ പിന്തുണയുള്ള ഹൂത്തി വിമതർക്ക് നേരെയുള്ള അമേരിക്കൻ ആക്രമണം തുടരുന്നു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് വലിയ തോതിലുള്ള പ്രാദേശിക സംഘർഷത്തിനൊക്കെ ഇടയാക്കുമെന്നുള്ള മുന്നറിയിപ്പാണ്. ഇനിയും അത്തരം ആക്രമണങ്ങൾ തുടർന്നാൽ തങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന മുന്നറിയിപ്പ് ഇറാനും നൽകുന്നുണ്ട്. ആര്യ, തീർച്ചയായും രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ, പുതിയ സാമ്പത്തിക വർഷം നാളെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കാനിരിക്കെ പല മാറ്റങ്ങളും വരുന്നുണ്ട്. നികുതിദായകരെ കാത്ത് നിരവധി മാറ്റങ്ങളാണ് ഉള്ളത്. UPI ഇടപാടുകളിൽ തുടങ്ങി ആദായ നികുതി നിയമങ്ങളിൽ വരെ വലിയ മാറ്റങ്ങളാകും ഏപ്രിൽ 1 മുതൽ നിലവിൽ വരിക. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ ഇനി മുതൽ ആദായ നികുതി നൽകേണ്ടി വരില്ല. ഉപയോഗത്തിലില്ലാത്ത മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന UPI അക്കൗണ്ടുകൾ കൈവശമുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട അവസാന ദിവസം ഇന്ന്. അല്ലാത്തപക്ഷം അക്കൗണ്ട് നീക്കം ചെയ്യപ്പെട്ടേക്കാമെന്നാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകളിലെ അപകടങ്ങൾ തടയാൻ സാധിക്കുന്നതാണ് പുതിയ നീക്കം. ATM-ൽ നിന്നും പണം പിൻവലിക്കുന്നതിന് ഇനി അധിക ചാർജ് നൽകേണ്ടതായി വരും. നേരത്തെ ഒരാളിൽ നിന്ന് 17 രൂപയായിരുന്നു ഫീസായി ഈടാക്കിയിരുന്നത്. എന്നാൽ പുതുക്കിയ നിരക്ക് പ്രകാരം ഇത് 19 രൂപയാകും. ഇതിനു പുറമെ മിനി സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് പരിശോധിക്കൽ തുടങ്ങിയ ബാങ്ക് ഇതര സേവനങ്ങൾക്ക് നിലവിൽ ഈടാക്കുന്ന 6 രൂപയിൽ നിന്ന് 7 രൂപയായി വർദ്ധിക്കും. ഏപ്രിൽ 1 മുതൽ സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതും അനിവാര്യതയാകും. മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുമെന്നാണ് വിവിധ ബാങ്കുകളുടെ മുന്നറിയിപ്പ്. വൻകിട വാഹന നിർമ്മാതാക്കളും കാറുകളുടെ വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബാങ്കിന് ഇനി ഡിജിറ്റലായി നൽകേണ്ടി വരും. സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനായി RBI ആവിഷ്കരിച്ച പോസിറ്റീവ് പേ സിസ്റ്റം പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം.
ആദായ നികുതിയിലെ സെക്ഷൻ 87A പ്രകാരം 25,000-ൽ നിന്നും 60,000-ആയി നികുതി ഇളവ് വർദ്ധിക്കും. സംസ്ഥാനങ്ങൾക്കിടയിൽ നികുതി വരുമാനത്തിന്റെ ശരിയായ വിതരണം ഉറപ്പാക്കുന്നതിനായി GSTയിൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റം അഥവാ IDS സംവിധാനവും അടുത്ത ദിവസം മുതൽ നിലവിൽ വരും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. നാളെ മുതൽ സംസ്ഥാനത്തും പല മാറ്റങ്ങളും വരുന്നുണ്ട്. ഭൂനികുതി സ്ലാബുകളിലും കോടതി ഫീസുകളിലും നാളെ മുതൽ വർധനവ് നിലവിൽ വരും. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളുടെ നികുതിയും കൂടും. ഭൂമിയുടെ പാട്ടം നിരക്കുകളിലും നാളെ മുതൽ പരിഷ്കരിച്ച തുക ഈടാക്കി തുടങ്ങും. സംസ്ഥാനത്തെ ഭൂനികുതി സ്ലാബുകൾ 50% വർദ്ധിപ്പിച്ചതിലൂടെ 100 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പാട്ടനിരക്ക് കുടിശ്ശിക തീർപ്പാക്കാൻ ഒറ്റത്തവണ പദ്ധതി നടപ്പാക്കും. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കും. വില അനുസരിച്ചായിരിക്കും നികുതിയിൽ മാറ്റം വരിക. സംസ്ഥാനത്ത് ടൂറിസ്റ്റ് ബസ് നിരക്കും വർദ്ധിക്കും. കോൺട്രാക്ട് ഗ്യാരേജ് നികുതി ഘടന ഏകീകരിക്കാൻ സംസ്ഥാന ബജറ്റിൽ തീരുമാനിച്ചതാണ് നിരക്ക് വർദ്ധിക്കാൻ കാരണമാകുക. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് ഇനി മുതൽ 50% നികുതി വർദ്ധിപ്പിക്കും. നമ്മൾ ഈ വർഷത്തെ ആകെ ധനകാര്യ കാര്യങ്ങളിൽ സാമ്പത്തികമായി നമുക്ക് കഴിഞ്ഞ വർഷത്തെക്കാളുമൊക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആണ് പ്രാഥമിക കണക്കുകളിൽ വരുമ്പോൾ കാണുന്നത്. നിയമസഭയിൽ ഞാനിത് പറഞ്ഞിരുന്നു. ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഈ വർഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. അടുത്ത വർഷം 2 ട്രില്യൺ രൂപയുടെ ഒരു എക്കണോമി എന്ന നിലയിലല്ല, ബഡ്ജറ്റിലേക്ക് എത്തും. എക്കണോമി എന്ന നിലയിൽ നമ്മുടെ ആകെ വരുമ്പോൾ അതിനേക്കാൾ വളരെ കൂടുതൽ വരും GSDP. കോടതി ഫീസുകളും കുത്തനെ കൂടി. ചെക്ക് കേസുകൾക്ക് സംസ്ഥാനത്തെ കോടതി ഫീസ് ഇപ്പോൾ 10 രൂപയാണ്. ഇനി മുതൽ ചെക്കിലെ തുകയനുസരിച്ച് ഫീസും കൂടും. നിരസിക്കപ്പെടുന്ന ചെക്കിന്റെ തുക 10,000 രൂപ വരെയാണെങ്കിൽ 250 രൂപയും 10,000 മുതൽ 3 ലക്ഷം രൂപ വരെയാണെങ്കിൽ തുകയുടെ 5%-ഉമാകും കോടതി ഫീസ്. കുടുംബ കോടതികളിലും ചിലവ് കൂടും. വസ്തു സംബന്ധമായ കുടുംബ കോടതികളിലെ കേസുകളുടെ ഫീസും വർദ്ധിപ്പിച്ചു. 1 ലക്ഷം രൂപ വരെയുള്ള കേസുകളിൽ കോടതി ഫീസ് 200 രൂപയാക്കി. 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള കേസുകളിൽ അവകാശപ്പെടുന്ന തുകയുടെ 0.5% ഫീസ്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ എന്നിവയ്ക്കുള്ള ഫീസ് 500 രൂപയായി വർദ്ധിപ്പിച്ചു. സെഷൻസ് കോടതികളിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള ഫീസ് 250 രൂപയും ജാമ്യാപേക്ഷയ്ക്കുള്ള തുക 200 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18, തിരുവനന്തപുരം. ശമ്പളത്തിന് ആനുപാതികമായ ഉയർന്ന PF പെൻഷൻ നൽകുന്ന നടപടികൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ പെൻഷൻ വിതരണം വീണ്ടും അനിശ്ചിതത്വത്തിലായി. ഏറെ പേരുടെയും അപേക്ഷകളും EPFO തള്ളിക്കളഞ്ഞു. 2022-ൽ പെൻഷനേഴ്സിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും ഉത്തരവ് പരമാവധി നീട്ടിക്കൊണ്ടു പോകാനാണ് EPFO ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡിലെ ജീവനക്കാർ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് നിവേദനം നൽകി. രാജ്യത്തെ 7.25 ലക്ഷത്തിലേറെ സ്ഥാപനങ്ങളിൽ നിന്നായി 7.5 കോടിയിലേറെ ജീവനക്കാരുടെ സമ്പാദ്യവും 80 ലക്ഷത്തിലേറെ പേരുടെ പെൻഷനും കൈകാര്യം ചെയ്യുന്ന EPFO തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്തിരിയുന്നത് ചെറിയ വിഭാഗത്തെയല്ല ബാധിക്കുന്നത്. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ് എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കൊച്ചിയിലെ യൂണിറ്റിന്റെ EPF, EPS അക്കൌണ്ടുകൾ പൂർണ്ണമായും എറണാകുളം EPF ഓഫീസാണ് കൈകാര്യം ചെയ്തു വരുന്നത്. ഈ സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരും എറണാകുളം RPFCയുടെ അനുമതിയോടെ 2020 മാർച്ച് മുതൽ ഉയർന്ന പെൻഷൻ വിഹിതം അടയ്ക്കുന്നവരുമാണ്. പലർക്കും പെൻഷൻ തന്നെ ലഭിക്കാൻ വലിയ തുക വീണ്ടും അടയ്ക്കേണ്ടതായി വന്നു. 10-15 വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ പോലും നിർത്തലാക്കാനുള്ള ഒരു മൂവ്മെന്റാണ് അവർ നടത്തുന്നത്. ഇത് തികച്ചും നിയമവിരുദ്ധവും ഇന്ന് സുപ്രീം കോടതിയുടെ വിധിയാണ് ഈ രാജ്യത്ത്, ഇന്ത്യൻ മഹാരാജ്യത്ത് നിലനിൽക്കുന്നത്. ഇതിനെതിരെയുള്ളൊരു മൂവ്മെന്റുമാണ്. അപ്പോൾ ഇതിനെതിരെ ഒരു നിവേദനം കൊടുക്കായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. മിനിസ്റ്റർ വേണ്ട പോലെ ഇടപെടാം എന്ന് സംഭവിച്ചിട്ടുണ്ട്. എക്സംപ്റ്റഡ് EPF ട്രസ്റ്റുകളുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ അർഹതപ്പെട്ട പെൻഷൻ നിഷേധിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി EPFO ഒരു സർക്കുലർ ഇറക്കി. ഇതിന്റെ ഭാഗമായി HOCLലെ ജീവനക്കാരുടെ ഉയർന്ന പെൻഷൻ നിർത്തലാക്കാനുള്ള ശ്രമങ്ങൾ എറണാകുളം RPFCയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. ഇതിൽ വലിയ പ്രതിഷേധമാണ് തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാൾ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് ഉയർന്ന വേതനം കിട്ടാൻ വേണ്ടി 18, 20, 40 ലക്ഷം വരെ പ്രൊവിഡന്റ് ഫണ്ടിൽ ഉണ്ടായിരുന്ന പൈസ അങ്ങോട്ട് അടച്ചതിന് ശേഷമാണിത് ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയതിനെയാണ് ഇപ്പോൾ അവർ നിരസിക്കാനുള്ള ഇത് ഓൺലൈൻ ജോയിന്റ് ഓപ്ഷൻ വഴി കൊടുത്തിട്ടുള്ളത് നിരസിക്കാനായിട്ടാണ് അവരുടെ ശ്രമം. നിയമവിരുദ്ധവും നീതിനിഷേധവുമായ ശ്രമങ്ങൾ ഉപേക്ഷിച്ച്
ജീവനക്കാർക്ക് ഉയർന്ന പെൻഷൻ നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് ജീവനക്കാർ നിവേദനം നൽകി. ജീവനക്കാരെ പ്രതിനിധീകരിച്ച് പീറ്റർ പി.ഒ, നന്ദകുമാർ ആർ, സുരേഷ് എം ജി എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. പെൻഷനിൽ വൻ കുറവ് വരുത്തുന്ന പ്രോറേറ്റ വ്യവസ്ഥ ഉയർന്ന പെൻഷൻ പദ്ധതിയിലും നടപ്പാക്കിയതിനെതിരെ രാജ്യവ്യാപകമായി ഉയർന്ന പ്രതിഷേധമാണ് പെൻഷൻ നടപടികൾ നിർത്തിവെക്കാൻ കാരണമായതെന്നാണ് ഇപിഎഫ്ഒയുടെ വിശദീകരണം. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് തൊഴിലാളികൾക്ക് അനുകൂലമായി 2022 നവംബർ 4 സുപ്രീംകോടതി വിധി വന്നത്. എന്നാൽ കോടതി വിധിയെ ദുർവ്യാഖ്യാനം ചെയ്ത് പദ്ധതിയുടെ ആനുകൂല്യം നേടുന്നതിൽ നിന്നും വലിയൊരു വിഭാഗത്തെ അകറ്റി നിർത്തുകയാണ് ഇപിഎഫ്ഒ ചെയ്യുന്നതെന്ന ആരോപണം ശക്തമാണ്. സർവീസ് കാലയളവ് മുഴുവൻ വലിയ തുക പെൻഷൻ ഫണ്ടിലേക്ക് അടച്ചവരാണ് പെൻഷനു വേണ്ടി അപേക്ഷയും നൽകി കാത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. തിരികെ വാർത്തകളിലേക്ക്. എമ്പുരാൻ സിനിമയുടെ റീ എഡിറ്റഡ് പതിപ്പ് ഇന്നു മുതൽ തിയേറ്ററുകളിലെത്തും. 3 മിനിറ്റ് ഭാഗമാണ് ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് സൂചന. വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയ ചിത്രത്തിന് ഇന്നലെ കേന്ദ്ര സെൻസർ ബോർഡ് അടിയന്തര അനുമതി നൽകുകയായിരുന്നു. വിവാദങ്ങൾക്കിടയിലും ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ്. 3 ദിവസം കൊണ്ട് 85 കോടിയാണ് വിദേശത്ത് നിന്ന് മാത്രം ചിത്രം നേടിയത്. നടൻ മോഹൻലാൽ തന്നെയാണ് ഈ കണക്കുകൾ ഇന്നലെ പുറത്തുവിട്ടത്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ നടക്കുന്ന നീക്കങ്ങളിൽ രാഷ്ട്രീയ രംഗത്തുള്ളവരടക്കം പ്രതിഷേധമുയർത്തിയിട്ടും സിനിമാ രംഗത്തെ സംഘടനകൾ ആരും എത്തിയിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. ഇതിനിടെ പൃഥ്വിരാജിനെതിരെ വീണ്ടും കടുത്ത വിമർശനവുമായി RSS മുഖപത്രം ഓർഗനൈസർ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ദേശവിരുദ്ധ ശബ്ദമാണ് പൃഥ്വിരാജിന്റേതെന്നാണ് വിമർശനം. നവമി ദിനേശും TG സജിത്തും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം നവമിയിലേക്ക് പോവുകയാണ്. നവമി, ഇപ്പോൾ എന്തായാലും റീ എഡിറ്റഡ് പതിപ്പ് അത് തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. ആദ്യ ഷോ എപ്പോഴാണ്? പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം അറിയാനുള്ള ആകാംക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും ഇനി സിനിമ കാണാൻ പോകുന്നവർ മിസ് ചെയ്യുക? എന്തായാലും റീ എഡിറ്റഡ് വേർഷൻ തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെയോ ആയിരിക്കും ഇത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക. കാരണം അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സെൻസറിംഗ് ഒക്കെ പൂർത്തിയായി. ഇനി ആ കട്ട് ചെയ്ത് കഴിഞ്ഞ ഭാഗം വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം കളറിംഗ് ചെയ്യണം. ഏകദേശം 4000-ഓളം തിയേറ്ററുകളിലാണ്, അത് 4 ഭാഷകളിലാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ഒപ്പം ചെറിയ ചില വർക്കുകൾ കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ ശേഷം മാത്രമേ, ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോടുകൂടി മാത്രമേ തിയേറ്ററുകളിൽ റീ എഡിറ്റഡ് വേർഷൻ എമ്പുരാൻ വീണ്ടും പ്രദർശിപ്പിക്കൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ അണിയറ പ്രവർത്തകരുമായി ബന്ധപ്പെടുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ചില സാങ്കേതിക തടസ്സങ്ങൾ അത് മാറിക്കിട്ടിയാൽ തിയേറ്ററുകളിലേക്ക് എത്തും. അതോടൊപ്പം ഏകദേശം 3 മിനിറ്റോളം ഭാഗമാണ് കട്ട് ചെയ്ത് മാറ്റിയത്. ഈ സിനിമയുടെ ആദ്യത്തെ 45 മിനിറ്റോളം ഈ പറയുന്ന വിവാദമായിട്ടുള്ള ചില രംഗങ്ങളാണ്. അതിൽ ഈ ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ളവയുണ്ട്. അതെല്ലാം വെട്ടിമാറ്റണം. ഏകദേശം 30 മിനിറ്റോളം മാറ്റണമെന്നായിരുന്നു സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ അണിയറ പ്രവർത്തകരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഏകദേശം ഒരു 3 മിനിറ്റിലേക്ക് കുറച്ചിട്ടുണ്ട്. അതിൽ ഈ ഗർഭിണിയായിട്ടുള്ള യുവതിയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു ദൃശ്യമുണ്ട്. അത് കട്ട് ചെയ്ത് മാറ്റും. ഒപ്പം ഈ വില്ലന്റെ പേര് ബാബാ ബജ്രംഗ് എന്നുള്ളൊരു പേര് അത് മ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റുകയോ ഉള്ളൊരു സാഹചര്യമായിരിക്കും. അതിനി തിയേറ്ററിൽ എത്തിയാൽ മാത്രമേ അത് ആ ഭാഗം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ വിവാദമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ടെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ഇന്നലെ തന്നെ മോഹൻലാലിന്റെ ഒരു വിശദീകരണം വന്നിരുന്നു. ആ വിശദീകരണത്തിന് ഫേസ്ബുക്കിൽ അത് ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും പങ്കുവെക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അപ്പോഴും ഇതിന്റെ കഥ എഴുതിയ മുരളി ഗോപി ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ തനിക്കിതിൽ അഭിപ്രായമൊന്നുമില്ല, താൻ പ്രതികരിക്കാനില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഈ ഫേസ്ബുക്കിലെ ഈ പോസ്റ്റ് പോലും ഷെയർ ചെയ്യാൻ മുരളി ഗോപി തയ്യാറായിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. പക്ഷേ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിൽ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഇതിനെ ചർച്ചയാക്കുകയും വലിയ വിവാദമുണ്ടാക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ പക്ഷേ ഇപ്പോഴും എമ്പുരാൻ എന്ന ചിത്രം അത് ഹിറ്റായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ വിവാദങ്ങൾ, അതായത് ഈ കട്ട് ചെയ്ത് മാറ്റിയ പുതിയ പതിപ്പ് തിയേറ്ററുകളിൽ എത്തുമെന്ന് അറിഞ്ഞതോടുകൂടി ഏകദേശം 2 കോടിയിലധികം ആളുകൾ 2 ലക്ഷത്തിലധികം ആളുകൾ ഈ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചിത്രത്തിന്റെ ഒരു പ്രചാരണം അത് വർദ്ധിച്ചു വന്നതല്ലാതെ അതിലൊരു കുറവുമില്ല. എന്താണ് ഇതിലൊരു വിവാദമെന്ന് ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ താല്പര്യത്തോടെ സിനിമ പോയി കാണുന്നവരുണ്ട്. ഇന്നലെയൊക്കെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നടന്ന ദിവസമാണ് ഞായറാഴ്ച എന്ന് സിനിമയുടെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ തന്നെ
ഈ വിവരം പുറത്തുവിടുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും എമ്പുരാന്റെ വിവാദം അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. മല്ലിക സുകുമാരനടക്കം സിനിമാ പ്രവർത്തകർക്കിടയിൽ പോലും അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർ പോലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചതെന്നൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ താരസംഘടന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫെഫ്കെ ആയിക്കോട്ടെ ആരും തന്നെ ഇതിലൊരു പ്രതികരണം നടത്തിയിട്ടില്ല. അത് ചിലപ്പോൾ വാസ്തവമായി നിലനിൽക്കുകയാണ്. നവമി തുടരുക. ഞാൻ നവമിയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ TG സജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, ഇതിനിടെ പൃഥ്വിരാജിനെതിരെ വീണ്ടും കടുത്ത വിമർശനവുമായി RSS മുഖപത്രം രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. സജിത്ത്, റീ എഡിറ്റ് ചെയ്ത പതിപ്പ് പ്രദർശനത്തിന് എത്തുകയാണ്. ഇന്നലെ ടീം എമ്പുരാന് വേണ്ടി മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു. അത് പൃഥ്വിരാജ് ഷെയർ ചെയ്യുകയും ചെയ്തു. എന്നിട്ടും അരിശം തീരുന്നില്ല RSSന് എന്നാണോ? തീർച്ചയായും ആ തരത്തിലാണ് ആര്യ പ്രതിഷേധമുണ്ടാവുന്നത്. ഈ ഓർഗനൈസറിൽ തുടർച്ചയായ ലേഖനങ്ങളിലൂടെ ഈ എമ്പുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകരെ ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് പുറത്തുവരുന്ന ലേഖനത്തിൽ പൃഥ്വിരാജിൻ്റെ നീക്കങ്ങളാണ്. പൃഥ്വിരാജിന് ദേശവിരുദ്ധ താല്പര്യമെന്നതാണ് ഉന്നയിക്കുന്ന ആരോപണം. ലക്ഷദ്വീപ് വിഷയത്തിൽ ഒപ്പം തന്നെ സേവ് ലക്ഷദ്വീപ് സമരങ്ങളുടെ ഭാഗമായത്, CAA പ്രൊട്ടസ്റ്റുകളുടെ ഭാഗമായത്, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൃഥ്വിരാജിനെതിരെ ഇത്തരമൊരു നീക്കം നടക്കുന്നത്. ഇപ്പോഴത്തെ ലേഖനത്തിൽ പൃഥ്വിരാജിനെതിരെ മാത്രമല്ല സഹോദരൻ ഇന്ദ്രജിത്തിനെതിരായ പരാമർശം കൂടി ഇതിന് ഉണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ആ തരത്തിലുള്ള രൂക്ഷമായ പരാമർശമാണ് നടന്നത്. പൃഥ്വിരാജ് കാലങ്ങളായി നടത്തുന്ന നീക്കങ്ങളെല്ലാം ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. പലപ്പോഴും ഭരണ സംവിധാനങ്ങളെ പോലും ദുർബലമാക്കുന്ന നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ രൂക്ഷമായ വിമർശനമാണ് ഓർഗനൈസറിലൂടെ വീണ്ടും പൃഥ്വിരാജിനെതിരെ നടത്തുന്നത്. തീർച്ചയായും TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. നവമിയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. നവമി സൂചിപ്പിച്ച ഒരു കാര്യം, അതായത് ഇത്രത്തോളം വലിയ വിമർശനങ്ങളും സൈബർ അറ്റാക്കും ഒക്കെ നടക്കുന്നു. അതും ഇപ്പോൾ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ മുരളി ഗോപിയാണ്. അതിൽ അഭിനയിക്കാൻ ആളുകൾ തയ്യാറായി, അത് പ്രൊഡക്ഷൻ ചെയ്യാൻ ആളുകൾ തയ്യാറായി. പക്ഷേ ഈ ആളുകൾക്കൊന്നും ഇല്ലാത്ത, നേരിടേണ്ടി വരാത്ത അത്ര തരത്തിലുള്ള വലിയ വിമർശനവും പ്രതിഷേധവും ഒക്കെ നേരിടേണ്ടി വരുന്നത് പൃഥ്വിരാജിനാണ്. ഒരു പക്ഷേ പൃഥ്വിരാജ് നേരത്തെ കാലങ്ങളിലൊക്കെ സ്വീകരിച്ച പല നിലപാടുകളുടെ പേരിൽ കൂടി അതിനെ കൂടി കണക്ട് ചെയ്തായിരിക്കാം ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു സിനിമയുടെ പേരിലാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് എന്നിരിക്കെ സിനിമാ മേഖലയിലുള്ള സംഘടനകൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ആര്യ, നമുക്കറിയാം ഈ പൃഥ്വിരാജിന്റെ തുടക്കം മുതൽ തന്നെ അദ്ദേഹം നേരിടുന്ന വലിയ ഒരു പേരുദോഷം എന്ന് തന്നെ പറയാം. കാരണം നിലപാടുകൾ ഉറച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ധിക്കാരിയായി, അഹങ്കാരിയായി, പൃഥ്വിരാജിനെ എപ്പോഴും ഒരു അഹങ്കാരിയായി തന്നെയാണ് മലയാളികൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അപ്പോഴും നിലപാടുകൾ ഉയർത്തി പറയുവാനും അല്ലെങ്കിൽ നിലപാടുകൾ സ്വീകരിക്കുവാനും അഭിപ്രായങ്ങൾ പറയാനും ഒന്നും ഭയപ്പെടാത്ത ഒരാൾ കൂടിയാണ് പൃഥ്വിരാജ്. അതുകൊണ്ട് സ്വാഭാവികമായും പൃഥ്വിരാജിനെതിരായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. കാരണം അദ്ദേഹം ഇതിനു മുൻപ് ചെയ്തു വെച്ച ചില സിനിമകൾ ഈ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ എതിരായിട്ട് അല്ലെങ്കിൽ അവരെയൊക്കെ വിമർശിക്കുന്ന തരത്തിലുള്ള സിനിമകളുടെയൊക്കെ ഭാഗമാകാൻ പൃഥ്വിരാജ് തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഈ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് മുതൽ അല്ലെങ്കിൽ ഒരു എഴുത്ത് മുതൽ ഇത് പൂർത്തിയായി തിയേറ്ററിൽ എത്തുന്നത് വരെയുള്ള ഭാഗങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതിൻ്റെ ഒരു ഡയറക്ടറാണ് പൃഥ്വിരാജ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാർട്ടികളെ വിമർശിക്കുക എന്നുള്ളൊരു ആ ഒരു നിലപാട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമില്ലേ എന്നുള്ളൊരു രീതി അല്ലെങ്കിൽ അങ്ങനെ പൃഥ്വിരാജ് ചിന്തിക്കാതെ ഇത് സിനിമ ഇറക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. മറ്റൊന്ന് മോഹൻലാലാണ്. മലയാളികൾക്ക് ഏറെ അഭിമാനമുള്ളൊരു താരം, നമ്മുടെയൊക്കെ അഹങ്കാരമായി തന്നെ തുടരുന്ന മോഹൻലാലിൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെയുള്ള ഒരു രീതി വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇത്തരത്തിലുള്ളൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് RSS പ്രവർത്തകർക്ക് വലിയ വേദനയുണ്ടാക്കും. അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് അവർക്കെതിരെ നേരിടുന്ന ഈ ഒരു സൈബർ അറ്റാക്ക്. പക്ഷേ അപ്പോഴും സിനിമാ മേഖലയിലുള്ളവർ ഇവർക്കൊരു പിന്തുണയുമായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാൻ പോലും തയ്യാറാകുന്നില്ല. ഈ മേജർ രവി സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം വലിയ അഭിപ്രായമായിരുന്നു. ഇത് ഇന്ത്യക്ക് തന്നെ അഭിമാനമായി മാറുന്ന ഒരു സിനിമയാണ്, ഇത് കോടികൾ നേടുമെന്ന് അഭിപ്രായം പറഞ്ഞു പോയ മേജർ രവി തന്നെ പിന്നീട് വിവാദങ്ങളായതിനു ശേഷം ഫേസ്ബുക്കിൽ വന്ന് പൃഥ്വിരാജിനെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ മോഹൻലാലിനെ സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു നിലപാടൊക്കെ സ്വീകരിക്കുന്നത് വലിയ രീതിയിൽ വിമർശനം ആയി നിൽക്കുന്ന സാഹചര്യമാണ്. പലപ്പോഴും ഈ സിനിമാ മേഖലയിലുള്ളവർ ഇതിലൊരു പ്രതികരണമായി എത്താത്തത് ഭയപ്പെട്ടിട്ടായിരിക്കും. ചിലപ്പോൾ പരോക്ഷമായി അല്ലെങ്കിൽ ഫോണിലൂടെ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഒക്കെ ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ടാകാം. പക്ഷെ ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അവർ വരാത്തത് ഈ ഒരു രാഷ്ട്രീയത്തെ ഭയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ RSS ഏതെങ്കിലും തരത്തിൽ അവരുടെ വായ അടപ്പിക്കുമോ, ഏതെങ്കിലും
വിമർശനം അവർക്ക് നേരെ വരുമോ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു മോഹൻലാലിൻ്റെ ഈ നിലപാട് മാറ്റത്തിലൊക്കെ പറയുന്നത് ഷാറൂഖ് ഖാൻ്റെ ജവാൻ ഇറങ്ങിയപ്പോഴും അല്ലെങ്കിൽ വിജയുടെ സിനിമ ഇറങ്ങിയപ്പോഴൊക്കെ അവരെടുത്ത നിലപാട് എന്തുകൊണ്ട് മോഹൻലാലിന് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് എന്തായാലും ഈ ഒരു വിവാദം വലിയ വിഷമമുണ്ടാക്കിയെന്ന ഉറപ്പാണ്. ഇനി എന്താണ് ഈ സിനിമാ സംഘടനകളുടെ നിലപാട്? ഈ താരസംഘടനയായ അമ്മയായിക്കോട്ടെ, ഫെഫ്കെ ആയിക്കോട്ടെ, സംവിധായകരുടെ സംഘടന ആയിക്കോട്ടെ, ആരും തന്നെ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടില്ല. വരും മണിക്കൂറിൽ നമുക്ക് അവരുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ സിനിമയുടെ ഇറങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പോലും വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നത് സിനിമ വലിയ ചരിത്രമാകും, വലിയ ലാഭമുണ്ടാക്കും, മലയാള സിനിമയുടെ ചരിത്രം തലവര തിരുത്തി എഴുതും, വലിയ കളക്ഷൻ നേടും, അഭിമാനമാകുമെന്നൊക്കെയാണ് പറഞ്ഞെങ്കിലും പക്ഷെ ഇപ്പോൾ ഇവരാരെയും കാണുന്നില്ല. പ്രതികരണം തേടുമ്പോൾ ഇവരാരും ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്ന മറുപടി കൂടിയാണ് തരുന്നത്. എന്തായാലും വരും മണിക്കൂറിലൊക്കെ നമുക്ക് നോക്കാം എന്തായിരിക്കും ഇനി എമ്പുരാൻ്റെ റീ എഡിറ്റഡ് വേർഷൻ വരുമ്പോൾ ആളുകൾ തിയേറ്ററിൽ തന്നെ കാണുമോ, അതോ ഇനി ആളുകളുടെ എണ്ണത്തിൽ, കളക്ഷനിലെ എണ്ണത്തിലൊക്കെ കുറവ് വരുമോ എന്നൊക്കെ നമുക്ക് വൈകാതെ അറിയാൻ കഴിയും. ആര്യ, തീർച്ചയായും നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നവമി സൂചിപ്പിക്കുന്നത് റീ എഡിറ്റഡ് വേർഷൻ ഇതുവരെ തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ അല്ലെങ്കിൽ നാളെ രാവിലേക്ക് കൂടിയോ തിയേറ്ററുകളിൽ എത്താനുള്ള സാഹചര്യമാണുള്ളത്. ചില സാങ്കേതിക തടസ്സങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നതാണ് സാഹചര്യം. എന്തായാലും വിവാദങ്ങളും വിമർശനങ്ങളും എമ്പുരാനെ വിടുന്നില്ല, പൃഥ്വിരാജിനെ വിടുന്നില്ല. RSS മുഖപത്രം വീണ്ടും വിമർശനവുമായി രംഗത്തെത്തിയ സാഹചര്യം കൂടിയുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. കോടതിയുടെ സംരക്ഷണ ഉത്തരവ് നിലനിൽക്കെ ഏറ്റുമാനൂരിലെ 47-കാരിയെ ഭർത്താവും ഭർത്തൃമാതാവും ക്രൂരമായി പീഡിപ്പിച്ചതെന്ന പോലീസ്. ഭർത്താവ് ജോമോൻ 2 തവണ കോടതി ഉത്തരവ് ലംഘിച്ച് അക്രമം നടത്തിയതായാണ് FIR. ജനുവരി 25-നും മാർച്ച് 15-നും ജോമോൻ ഭാര്യയെ ആക്രമിച്ചുവെന്നും FIR-ൽ പറയുന്നു. ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, ഇന്നലെ ശ്രീജിത്ത് പുറത്തേക്ക് എത്തിച്ച ഒരു വാർത്തയാണ് 47-കാരിയായ ഒരു വീട്ടമ്മ ഗാർഹിക പീഡനം നേരിടുന്നതിന്റെ അവരുടെ മക്കളും 13-കാരിയായും 19-കാരിയുമായ 2 പെൺമക്കളും സമാനമായ രീതിയിൽ ആ വീടിനുള്ളിൽ എത്രത്തോളം പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ചതാണ്, അധികാരികളുടെ മുമ്പിലേക്ക് വെച്ചതാണ്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല നിയമ നടപടികളും നേരത്തെ തന്നെ നടന്നിരുന്നു. അതിന്റെ FIR-ന്റെ പകർപ്പും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്? ഈ FIR-ൽ പറയുന്ന കാര്യങ്ങൾ ഗുരുതരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് സാധാരണ ഒരു ഗാർഹിക പീഡന പരാതിയൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ എന്തെങ്കിലും അടിയോ പിടിയോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കോടതി സംരക്ഷണ ഉത്തരവ് ഇടുകയും അവർ പിന്നീട് ഒരു പരിധിവരെ അനുസരിക്കുകയും ചെയ്യും. അതായത് പിന്നീടൊരു അതിക്രമമൊന്നും ഉണ്ടാകുന്ന സാഹചര്യം വിരളമാണ്, കുറവാണ് എന്ന് തന്നെ പറയാം. പക്ഷേ ഇവിടെയാണ് ഈ FIR-ന്റെ പ്രസക്തി വലുതാകുന്നത്. 2 തവണയാണ്, ഒരു തവണയല്ല. ഒരു തവണ അറിയാതെ ഉണ്ടായ ഒരു തർക്കം നമുക്ക് പറയാൻ കഴിയില്ല. 2 തവണ വളരെ കൃത്യമായി ഈ സ്ത്രീയെയും അവരുടെ മക്കളെയും ഒക്കെ ഉപദ്രവിച്ചു എന്നതിന്റെ വിവരങ്ങളാണ്, ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ FIR-ലുള്ളത്. ജനുവരി 25-നാണ് നമ്മൾ ഇന്നലെ ഇവരുടെ മുഖത്തിടിക്കുന്ന ദൃശ്യം കണ്ടു. മുഖത്തിടിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ്. അത് ജനുവരി 25-ന് നടന്നതായാണ് പോലീസിന്റെ FIR-ൽ പറയുന്നത്. രണ്ടാമത്തെ സംഭവം അതാണ് മാർച്ച് 15-നുണ്ടായ സംഭവം. അതായത് കേവലം 10-15 ദിവസങ്ങൾക്ക് മുൻപുണ്ടായ സംഭവമാണ്. അതാണ് വൈദ്യുതി വിച്ഛേദിക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ട വീഡിയോയിൽ വൈദ്യുതി വിച്ഛേദിക്കുന്നത് ഈ അമ്മായിയമ്മ, അതായത് അവർ ചെയ്യുന്നതാണ്. ഇത് മകൻ, അതായത് ഈ വീട്ടിൽ പ്രവേശിക്കരുതെന്ന് ഉത്തരവുണ്ട്. ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് 2ാം തവണയും എത്തി ഈ ഒരു വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കുന്നു. AC പ്രവർത്തിക്കുന്ന വൈദ്യുതി വിച്ഛേദിക്കുന്നു. അതിന്റെ കേബിൾ കട്ട് ചെയ്യാൻ അലൂമിനിയം ഏണിയെടുത്ത് വെച്ചാണ് ചെയ്തത്. അത് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ഈ ഏണി കൊണ്ട് ഇവരെ കുത്തി എന്നുള്ളതാണ് ഈ FIR-ൽ പറയുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം. മാത്രമല്ല അവരെല്ലാം ഈ പലതും ഈ കുട്ടികളോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെയാണ് ഈ മൊബൈലിൽ എന്തെങ്കിലും അക്രമം ഉണ്ടായാലൊക്കെ വളരെ സെക്കൻഡുകൾ മാത്രമുള്ള ചിത്രീകരണം നടത്തുന്നത്. അപ്പോഴൊക്കെ ഫോൺ താഴെ വീണാറുണ്ടായിരുന്നു. ഇത്തവണ അയാൾ ബുദ്ധിപൂർവ്വം ഈ മൊബൈൽ ഫോണും തകർത്തു. 34,000 രൂപ വിലയുള്ള ഈ മൊബൈൽ ഫോൺ ഈ പ്രതിയായ ജോമോൻ തകർത്തു എന്നുള്ളതാണ്. ജോമോൻ ഒരു ചെറിയ ക്രിമിനൽ അല്ല. അയാൾക്ക് കോടതിയെ പുല്ലുവിലയാണ്, ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയെ പുല്ലുവിലയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു FIR എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുത്തിട്ട് ഈ നാട്ടിൽ കോടതിയിൽ കൊടുത്തിട്ട് പലരും ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? ഈ പിന്നെയും അക്രമങ്ങൾ നേരിട്ട് പിന്നെയും ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ എങ്ങനെയാണ് അവർക്ക് ഉണ്ടാകുന്നത് എന്നത് നമ്മുടെ സംവിധാനങ്ങൾ ചിന്തിക്കേണ്ടതാണ്.
മാത്രവുമല്ല അയാൾക്ക് പിന്നെയും ജാമ്യം കിട്ടുന്നു. അതായത് ഇങ്ങനെയൊക്കെ അക്രമം നടത്തിയാലും കുഴപ്പമില്ല, ജാമ്യം കിട്ടും, പുറത്തിറങ്ങാം, വീണ്ടും സ്വൈരവിഹാരം നടത്താം എന്നുള്ളതാണ് ഏറ്റുമാനൂരിലെ ഈ യുവതിയുടെ ഒരു അവസ്ഥ സാഹചര്യം വ്യക്തമാക്കുന്നത്. ഷൈനിയെപ്പോലുള്ളവർ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമ്മുടെ സംവിധാനങ്ങൾ ചിന്തിക്കേണ്ട, അതിന് ഉത്തരം പറയേണ്ട ഒന്നാണിത്. തീർച്ചയായും കോടതിയുടെയൊക്കെ ഇടപെടൽ തന്നെയാണ് ഇതിൽ ആത്യന്തികമായി ഉണ്ടാകേണ്ടത്. ഇങ്ങനെ ഒരു ക്രിമിനൽ ഇങ്ങനെ സ്വൈരവിഹാരം നടത്തേണ്ടതുണ്ടോ? അടിയന്തരമായ കേസ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ, പരിഗണിക്കേണ്ടതല്ലേ? ഏതാണ്ട് 8 മാസമായി പലതരത്തിലുള്ള കേസുകൾ നടക്കുകയാണ്. പക്ഷേ ഇയാളുടെ അക്രമം തുടരുന്നു ഇതിനിടയിലും എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. തീർച്ചയായും ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയുടെ സംരക്ഷണ ഉത്തരവിനെ, കോടതിയുടെ നിയമവ്യവസ്ഥയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ കോട്ടയം സ്വദേശിയായ ജോമോൻ തന്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നത്. ഭർത്തൃമാതാവും ഇതിന് ഉണ്ട് എന്നുള്ളതാണ്. എത്രയും വേഗം ഒരു നടപടി വേണ്ട, പരിഹാരം കാണേണ്ട ഒരു വിഷയമാണ് ഇത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 50-ാം ദിവസം. ഇന്നു മുതൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് നീക്കം. സമരവേദിയിൽ ഇന്ന് മുടിമുറിച്ചു പ്രതിഷേധിക്കുമെന്നാണ് സമരക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത എന്നാണ് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും ഇടയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 4 ദിവസത്തേക്ക് ശക്തമായ വേനൽ മഴ ഉണ്ടാകുമെന്നാണ് പ്രവചനം. വൈക്കം ക്ഷേത്രത്തിലെ ജാതി വിവേചനം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ദേവസ്വം ബോർഡ്. വടക്കുംപുറത്ത് പാട്ടിനോടനുബന്ധിച്ചുള്ള എതിരേൽപ്പിൽ ജാതി വിവേചനം അനുവദിക്കില്ല. ഭക്തരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വിളക്കെടുക്കാൻ അവസരം നൽകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. ജാതി തിരിച്ചുള്ള വരവേൽപ്പായിരുന്നു വൈക്കം ക്ഷേത്രത്തിൽ ഇതുവരെയും നടത്തിയിരുന്നത്. അപേക്ഷ പരിഗണിച്ച് ഓരോ ദിവസവും ഓരോ സമുദായത്തിന് അവസരം നൽകുന്ന രീതി. ഇത്തവണ അതിൽ വലിയ രീതിയിൽ മാറ്റം വരുത്താൻ വടക്കുപുറത്ത് പാട്ട് സമിതി തീരുമാനിച്ചിരുന്നു. അപേക്ഷ നൽകുന്ന എല്ലാ സമുദായങ്ങളിൽ നിന്നുമായി 64 പേരെ പങ്കെടുപ്പിക്കാനായിരുന്നു തീരുമാനം. ഇതും മറികടന്നാണ് ദേവസ്വം ബോർഡിന്റെ പുതിയ നിർദ്ദേശം. വ്രതമെടുത്തെത്തുന്ന മുഴുവൻ ഭക്തർക്കും വടക്കുപുറത്ത് പാട്ടിന് വിളക്കെടുക്കാം. ആദ്യം മുതൽ അവസാനം വരെ വിളക്കെടുക്കുന്ന രീതി ഒഴിവാക്കും. എത്തുന്ന ഓരോരുത്തർക്കായി മാറി മാറി അവസരം നൽകും. മറ്റു ചടങ്ങുകളിലും ജാതി തിരിച്ചുള്ള പങ്കാളിത്തം പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. ഏപ്രിൽ 2 മുതൽ 13 വരെയാണ് വടക്കുപുറത്ത് പാട്ട് നടക്കുക. മാർച്ച് 17-ന് കോടി അർച്ചന ആരംഭിച്ചിരുന്നു. ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരം വർക്കല പേരേറ്റിൽ റിക്കവറി വാഹനം ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറി അമ്മയ്ക്കും മകൾക്കും ദാരുണാന്ത്യം. പേരേറ്റ് സ്വദേശികളായ രോഹിണി, അഖില എന്നിവരാണ് മരിച്ചത്. ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. 9 മണി വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി TG സജിത്ത് ന്യൂസ് ട്രെൻഡ്സിൽ ചേരും. നമസ്കാരം.